ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഫുൾ ഡേ ഉള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. രാവിലത്തെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, എങ്കിലും ഒരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. ഇന്നൊരു സൺഡേ ആണ്. നമ്മൾ ദേ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് പനിയായിരുന്നു. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചതാണ്, പക്ഷേ മാറിയില്ലായിരുന്നു. പനി മീൻസ് ആ ഒരു ടെമ്പറേച്ചറൊന്നുമില്ല, എന്നാലും ആകെ മൊത്തം ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പം അമ്മേനെ ഒന്ന് കാണിക്കാം, പിന്നെ അച്ഛൻ്റെ കൈ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഉള്ള ഒരു പാടത്ത് വെള്ളം കയറിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇവിടെ ആക്ച്വലി നമ്മളിങ്ങനെ വെള്ളം വരുന്ന സമയത്ത് ഇവിടെ വെള്ളം കാണാനാന്ന് പറഞ്ഞൊരു പോക്ക് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും കെശുക്കുട്ടനും ഏട്ടനും അച്ഛനും അമ്മയും കൂടെയാണ് പോയത്. ഇതിൽ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട രണ്ടുപേരേ ഉള്ളൂ, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞങ്ങളിത് വെറുതെ ഈ വഴിയൊക്കെ പോയി വെള്ളമൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. അപ്പോൾ വണ്ടി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അത്രയ്ക്കും അധികം വെള്ളമുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ വ്ളോഗിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഈ വ്ളോഗ് നമ്മൾ നമ്മുടെ പുതിയ ഐഫോണിൽ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലോ മോഷൻ എങ്ങനെയുണ്ട്, പിന്നെ ഓരോ ടൈപ്പിൽ വീഡിയോ എടുക്കുമ്പോഴും സിനിമാറ്റിക് മോഡിലൊക്കെ എങ്ങനെയുണ്ടെന്ന് കുറേ പരീക്ഷണങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാനും പറ്റും കേട്ടോ. ഇതിന് മുമ്പ് നമ്മളിട്ടൊരു വീഡിയോ ആക്ച്വലി അത് നേരത്തെ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് ഇട്ടുന്നേ ഉള്ളൂ. അത് നമ്മുടെ ഐഫോണിലെടുത്ത ക്ലിപ്സൊന്നും അതിലില്ല, ഈ ഒരു വീഡിയോ തൊട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ഒരു 12 മണി കഴിഞ്ഞു കേട്ടോ. ഒരു 12:30 അടുത്തു. ഹോസ്പിറ്റലിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ആ സമയമായി. അപ്പോൾ പിന്നെ ഞാൻ വേഗം പാവയ്ക്ക് ഫുഡ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ അവന് ചോറും പിന്നെ ഇത് ഈ ഉരുളക്കിഴങ്ങും അതേപോലെ നമ്മുടെ ക്യാരറ്റും പരിപ്പും കൂടെ വേവിച്ച് അവന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു തോരനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് അവന് ഇന്ന് കൊടുക്കുന്ന കറികൾ. അതേപോലെ നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു വ്ളോഗൊക്കെ കണ്ടിട്ട് ഒരാൾ എൻ്റെ അടുത്ത് മെയിൽ അയച്ച സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാവേനെ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഉറക്കുന്നത് എന്ന് വെച്ചാൽ. ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അവൻ കുറച്ച് സമയം ഉറങ്ങും, ദെൻ രാത്രിയിൽ നല്ലോണം ഉറങ്ങും. ഒരു 9:30 തൊട്ട് രാവിലെ ഒരു 7 മണി 7:30 ആവും എണീക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നല്ലോണം ഉറങ്ങാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, അതിനെന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ഈ വീഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിച്ച്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്ന് എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാരണം കുറേ ദിവസങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 3 വീക്സ് ആയി കാണും ഇത് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഓരോ തിരക്കുകൾ കാരണം മാറ്റി വെച്ചേക്കുന്നത്. വേറൊന്നുമല്ല, എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ കല്യാണമാണ് ജൂൺ 8-ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഡ്രസ്സിൻ്റെ ചെറിയൊരു ഓൾട്രേഷൻ ചെയ്യാനുണ്ട്. ഈ കട്ടിലിരിക്കുന്ന അടുക്കി പെറുക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സുകളെല്ലാം ഇതേപോലെ പല രീതിയിലുള്ള ഓൾട്രേഷൻ ചെയ്യാനുള്ളതാണ്. പക്ഷേ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും നീട്ടി വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം കല്യാണം ഇങ്ങ് അടുത്തു. നെക്സ്റ്റ് സൺഡേ ആണ് കല്യാണം വരുന്നത്. ഇതൊരു സൺഡേ ആണ്, ഇനി അടുത്ത നെക്സ്റ്റ് സൺഡേ ആണ് കല്യാണം. പിന്നെ അതിനിടയ്ക്ക് ഇപ്പോൾ ജൂൺ 2 തൊട്ട് നമുക്ക് കോളേജ് പ്രോപ്പറായിട്ട്, നമ്മൾ സ്കൂൾ തുറന്നു എന്നൊക്കെ പറയണ പോലെ കോളേജ് തുറന്നല്ലോ. അപ്പോൾ പിന്നെ ഡെയിലി ക്ലാസ്സിൽ പോകണം. എന്താണ് അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ മെയിലും ഏപ്രിലൊക്കെ വല്ലപ്പോഴൊക്കെ പോയാൽ മതിയായിരുന്നു. അപ്പോൾ അത് പറ്റില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ തിരക്കുകളൊക്കെ വരും. അതുകൊണ്ട് പിന്നെയും ഇതിന് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചാൽ ഇത് നടക്കില്ല. ഈ ഒരു ടോപ്പ് ഞാൻ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷന് വേണ്ടിയിട്ട് ഇടാൻ ട്രെൻഡ്സിൽ നിന്ന് എടുത്താണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറേ കടകൾ അന്വേഷിച്ച് നടന്നിട്ടാണ് ലാസ്റ്റ് ട്രെൻഡ്സിൽ നിന്നൊരു ടോപ്പ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തു. പക്ഷെ വന്നു കഴിഞ്ഞപ്പം ഇട്ട് നോക്കിയപ്പോഴത്തേക്കും, അവിടെ വെച്ചിട്ട് നോക്കിയപ്പോഴും അതെ, കഴുത്ത് കുറച്ച് ഇറങ്ങിക്കിടക്കുന്നത് പോലെ തോന്നി. എന്ന് വെച്ചാൽ ആ ഒരു വീനൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം കഴുത്ത് ഇറങ്ങിക്കിടക്കുന്ന പോലെ തോന്നി. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ ഫാഷനായിരിക്കും, നെക്കൊക്കെ അത്ര ഇറങ്ങിക്കിടക്കുന്നത്. പക്ഷേ എന്തോ എനിക്ക് ആ ഫാഷൻ അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലും ഒരു ലേസ് എന്തെങ്കിലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത്. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ എന്താണ് വെസ്റ്റേൺ ഡ്രസ്സൊന്നും യൂസ് ചെയ്യില്ലേന്ന്. ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് എന്താണ് ഇഷ്ടമല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. കൂടുതൽ കംഫർട്ടബിൾ എനിക്ക് അല്ലാതെ നമ്മളിടുന്ന ചുരിദാർ അത്തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇടാനാണ്. പിന്നെ ഇടാറുണ്ട് വല്ലപ്പോഴും ഒക്കെ. മാത്രമല്ല, നമ്മൾ കോളേജിൽ പോകുന്നത് കൊണ്ട്, നമ്മൾ ടീച്ചറായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു എന്താ പറയുക, അതിൻ്റേതായ ഒരു മാന്യത നമ്മൾ നമ്മുടെ ഡ്രസ്സിങ്ങിലും കീപ്പ് ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജിൽ പോകുന്ന സമയത്ത് നമുക്ക് ചുരിദാർ ഓർ സാരി മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. സോ കൂടുതലും നമ്മൾ എടുക്കുന്നത് ചുരിദാർ പോലെയുള്ള ഡ്രസ്സുകളാണ്, അല്ലെങ്കിൽ കുർത്തി വിത്ത് ഷോൾ ആൻഡ് പാൻറ്
പാൻറ്റ് എന്നുള്ള രീതിയിലാണ് ഡ്രസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ജീൻസ് ഒന്നിട്ട് കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്നത് കൂടുതൽ അങ്ങനത്തെയുള്ള ഡ്രസ്സുകളായതുകൊണ്ടാണ്. യൂസ് ചെയ്യുന്നതിൽ അങ്ങനെ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക എന്നുള്ളതാണല്ലോ. എന്നാൽ ചിലപ്പോൾ ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്നൊരു സമയത്തൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ ഈസി ആയിട്ടുള്ള അങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടല്ലോ, ചിലപ്പോൾ ഒരു ജീൻസ് ടോപ്പ് ആ രീതിയിലൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ എടുക്കുന്നത് ഈ കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ കൂടുതൽ കളക്ഷൻ ഉള്ളത് അതിനാണ് കേട്ടോ. അപ്പോൾ അതാണ് കാരണം, അല്ലാണ്ട് വെസ്റ്റേൺ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടോപ്പിൽ ഇങ്ങനെ ആ ഒരു വി നെക്കിൻ്റെ ലാസ്റ്റ് വരുന്ന പോർഷനിൽ ഈ ഒരു ലേസ് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അത് കുറച്ചുകൂടെ അങ്ങോട്ട് കയറിയിരുന്നോളും. ഈ ലേസ് ഞാൻ കോട്ട് ചെയ്ത് നമ്മൾ വേറൊരു തവണ സാരി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പരാഗ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ ഇഷ്ടം പോലെ എന്താ പറയുക, കുറേ കളക്ഷൻ ഉണ്ട് ഈ മെറ്റീരിയൽസ്. ഇങ്ങനെ മെറ്റീരിയൽസ് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ എടുക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതേപോലെ കുറേ ലേസ് ഉണ്ട് കേട്ടോ, നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ലേസ് അന്ന് വാങ്ങിച്ചുകൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഈ ഒരു ഡ്രസ്സിന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനന്ന് ഈ ഒരു ടോപ്പുമായിട്ട് പോയിട്ടായിരുന്നു ആ ലേസ് എടുത്തത്, ഒന്ന് മാച്ച് ആവുന്ന രീതിയിൽ നോക്കാൻ. ദെൻ ഞാൻ പറഞ്ഞല്ലോ, ഓൾട്ടർ ചെയ്യാൻ കുറച്ച് ഡ്രസ്സ് കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ ഓൾട്രേഷൻ എന്ന് പറയുന്നത് കൈ ഒന്ന് വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതാണ്. കൈ ലോങ് ആയിട്ടുള്ള കൈയുള്ളതാണ്, അപ്പോൾ അതൊന്ന് വെട്ടിക്കുറച്ച് ചെറുതാക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ 1-2 ടോപ്പിൻ്റെയും കൂടെ കൈയൊക്കെ ഞാൻ വെട്ടിക്കുറച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അതായത് ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം, എങ്ങനെയാണ് വാവേനെ കറക്റ്റായിട്ട് കടത്തി ഉറക്കുന്നത്, ഫുഡ് അങ്ങനത്തെയുള്ള അവൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ളത് പറയാം. ഞാൻ പണ്ടുണ്ടല്ലോ, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വായിക്കാനിടയായി. എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്, ഉണ്ണിമായ എന്നാണ് ആളുടെ പേര്. മേ ബി ആളെ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രണയവിലാസം എന്നൊക്കെ പറയുന്ന സിനിമയിൽ ഒക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോഴും ആളുടെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആൾ നന്നായിട്ട് എഴുതുമായിരുന്നു. ഞാനും എഴുതുന്ന ആ സമയത്ത് അങ്ങനെയുള്ള ഒരു എന്താ പറയുക, എന്നുവെച്ചാൽ വലിയൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല, ബട്ട് പോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചേച്ചിയുടെ ഒരു പോസ്റ്റ് വായിച്ചു. ഞാൻ അന്ന് പ്രഗ്നൻസി എൻ്റെ ആ ഒരു ആദ്യത്തെ ഒരു 1-2 മാസത്തിനുള്ളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആൾക്കപ്പോൾ ഒരു വാവയുണ്ട്, ബേബി ബോയ് ആയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ആളൊരു പോസ്റ്റ് ഇങ്ങനെ ഇട്ട സമയത്ത് കുഞ്ഞിനെ കറക്റ്റ് സമയത്ത് ഒരു 9 മണിക്കുള്ളിൽ കിടത്തി ഉറക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ വന്നാലോ, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ, ചിലവരിപ്പം പെട്ടെന്ന് കൊച്ചിനെ കാണാൻ വരുമ്പോൾ കൊച്ചിനെ ഉണർത്താനൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരി അത് ചെയ്യില്ല. പ്രോപ്പറായിട്ട് ഒരു 9-9:30 ആകുമ്പോഴത്തേക്കും ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു വെട്ടത്തിൽ കിടത്തി, ഫുൾ ലൈറ്റ് കിടത്തിയിട്ടല്ല, ആ സമയത്ത് ബേബി വളരെ ചെറുതായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ കിടത്തി ഉറക്കും. അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് സ്ലീപ്പിംഗ് റൊട്ടീൻ കുട്ടിക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അത് അന്ന് എൻ്റെ മനസ്സിൽ, ആ ഒരു പോസ്റ്റ് വായിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ അത് പതിഞ്ഞിരുന്നു. എനിക്കും ഒരു വാവയുണ്ടാവുമ്പോൾ ഇതേപോലെ കറക്റ്റായിട്ടുള്ളൊരു സ്ലീപ്പിംഗ് റൊട്ടീൻ വേണം എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു. ഇനി ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ കൈ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ വെളിയിലൊന്നും ഇട്ടുകൊണ്ട് പോകുന്നില്ല, വീട്ടിലിടാൻ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും കൈയുടെ നീളം കുറച്ച് കൂട്ടിയേക്കാമെന്ന് വിചാരിച്ചിട്ട് അതുമായിട്ട് വലിയ മാച്ചൊന്നുമല്ല, എന്നാലും തരക്കേടില്ലാതെ പോകുന്ന ഒരു കളറ് കിട്ടിയിട്ടുണ്ട്. അതിവിടെ എന്തോ ഒരു വേസ്റ്റ് മെറ്റീരിയൽ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് വെച്ചേച്ചായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ കൈ അതിന് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് അത് എന്താ കാണിക്കുന്നതെന്നൊരു കൺഫ്യൂഷൻ വേണ്ടെന്ന് ഓർത്ത് പറഞ്ഞതാണ്. അപ്പോൾ അതാണ് വാവേനെ ഉറക്കാനുള്ള, കറക്റ്റായിട്ട് ഉറക്കണമെന്ന് ഞാൻ വിചാരിക്കാനുള്ള കാരണം ആ ചേച്ചിയുടെ ഒരു പോസ്റ്റാണ് കേട്ടോ. പക്ഷേ ആ ഒരു പോസ്റ്റ് വായിച്ചു എന്നോർത്തിട്ട് ഈ പണി ചെയ്യാൻ അത്ര എളുപ്പമല്ല കേട്ടോ. കാരണം ആദ്യമൊക്കെ ഉറക്കുന്ന സമയത്ത് അവനിങ്ങനെ പ്രോപ്പറായിട്ട് ഉറങ്ങണമെന്നില്ല. പിന്നെ ഞാൻ നേരത്തെ കിടത്തി ഉറക്കുമ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് വീട്ടുകാരാണെങ്കിലും ചോദിക്കുക, എന്തിനാ ഇത്ര നേരത്തെ കിടത്തി ഉറക്കുന്നതെന്ന്. പക്ഷേ ഇപ്പം പല കുട്ടികളും രാത്രിയിൽ ഒട്ടും ഉറങ്ങുന്നില്ല, പുലർച്ചെയൊക്കെ സമയത്താണ് അവർ ഉറങ്ങുന്നതെന്നൊക്കെ കേൾക്കുന്ന സമയത്ത് വീട്ടിൽ അവർ പറയും, ഓ ഇങ്ങനെ നേരത്തെ കിടത്തി ഉറക്കിയത് നന്നായി എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് തോന്നിയിട്ടൊരു കാര്യം, നമ്മൾ അമ്മമാർക്കാണ് കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ വീട്ടിലുള്ള സമയത്ത് അവൻ രാവിലെ കുളിപ്പിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ടൊന്ന് ഉറക്കും. ദെൻ ഉച്ച കഴിഞ്ഞ് ചിലപ്പം ഒരു 2 മണി ആ സമയത്ത്, ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ റുട്ടീനാണ്, കാരണം ഇപ്പം ഉറക്കം കുറഞ്ഞില്ല കമ്പാരിറ്റീവ്ലി. നേരത്തെയൊക്കെ പകൽ ഒരുപാട് നേരം കിടന്നുറങ്ങും, അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 1.25 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഉറക്കം കുറച്ചുകൂടെ കുറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വീട്ടിലുള്ള സമയത്താണ് ഈ പറഞ്ഞ പോലെ രാവിലെ ഒന്ന് ഉറങ്ങും. ദെൻ ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങും. ഇനി ആ സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ പഴം കൊടുക്കും, ഞാൻ പറഞ്ഞില്ല, ഏത്തപ്പഴം പുഴുങ്ങി കൊടുത്തതിന് ശേഷം അവന് മേലൊക്കെ കഴിപ്പിച്ചിട്ട് വൈകുന്നേരം ഞാനൊന്ന് ഉറക്കും. എന്നിട്ട് ഒരു 7:30-ക്കുള്ളിൽ എണീപ്പിക്കും. 7:30-ക്കുള്ളിൽ എണീപ്പിച്ചിട്ട്
ഫുഡൊക്കെ കൊടുത്തിട്ട് ഒരു 9:30-10 എന്തായാലും അവൻ ഉറങ്ങിയിരിക്കും. ഇനി അങ്ങനെ പറ്റാത്ത ദിവസങ്ങളുണ്ട് കേട്ടോ. അതായത് ഇപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇപ്പം ഏതെങ്കിലും കസിൻസിൻ്റെ ഒക്കെ വീട്ടിലൊക്കെ പോയുമ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാറ്റം വരാറുണ്ട്. പിന്നെ അവന് വയ്യാതൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ മാറ്റം വരാറുണ്ട്. അല്ലാതെ ഓൾമോസ്റ്റ് ഉള്ള ഡേയ്സിലൊക്കെ ഇങ്ങനെയാണ് അവൻ്റെ ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ കിടത്തി ഉറക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉറങ്ങുന്നത് അമ്മയോ അച്ഛനോ ഒക്കെ ഉറക്കുന്ന സമയത്താണ്. അത് ഗ്രാൻഡ് പേരൻസ് ഒക്കെ അവരെ കൈകാര്യം ചെയ്യുന്നതിലും കൂടുതൽ അമ്മയോ അച്ഛനോ കിടത്തി ഉറക്കുന്ന സമയത്താണ് ഉറങ്ങുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ ഞാൻ കിടത്തി ഉറക്കും, ബിക്കോസ് നമ്മൾ പാല് കൊടുത്ത് ഉറക്കുമ്പോഴത്തേക്ക് അവരങ്ങ് ഉറങ്ങിപ്പോകും. പിന്നെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ കിടത്തി ഉറക്കിക്കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ഉറങ്ങും കേട്ടോ. അച്ഛൻ പാട്ടൊക്കെ പാടി ഉറക്കിക്കഴിഞ്ഞാൽ രാത്രി മിക്കപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മിക്കപ്പോഴും അച്ഛനാണ് അവനെ ഉറക്കുന്നത്. പിന്നെ അതേപോലെ ഹസ്ബൻഡ് ഏട്ടൻ കിടത്തി ഉറക്കിയാലും അവൻ ഉറങ്ങിക്കോളും. അപ്പോൾ അങ്ങനെ എന്തായാലും അവൻ്റെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ഇതേപോലെ കുട്ടികളൊക്കെയുള്ള കുറേ പേരുണ്ട്. കാരണം പലപ്പോഴും എനിക്ക് മെയിൽ അയക്കുന്ന സമയത്ത് എന്നോട് അതിനെപ്പറ്റിയൊക്കെ പറയാറുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോപ്പർ സ്ലീപ്പിംഗ് റുട്ടീൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. ആദ്യത്തെ സമയം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ദെൻ അതേപോലെ വാവയ്ക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ വാവനെ കാണുന്ന സമയത്ത്, മോനെ കാണുന്ന സമയത്ത് പലരും ഇങ്ങനെ പറയും, അയ്യോ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നല്ലോ, വാവയ്ക്കൊന്നും കൊടുക്കുന്നില്ല. അതായത് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടല്ലോ, മൊത്തത്തിൽ ഇങ്ങനെ വളരെ ബബ്ലി ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈപ്പ് ആയിരിക്കും ഓൾമോസ്റ്റ് ആൾക്കാർ എന്താ പറയുക എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറയും, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ബിക്കോസ് അവന് കറക്റ്റ് വെയിറ്റ് ഉണ്ട്. അവനിപ്പോൾ 10 കിലോ ഉണ്ട് ആൾ. അപ്പോൾ അത് ഒരിക്കലും ഒരു അണ്ടർ വെയിറ്റോ ഒന്നുമല്ല, അത് പ്രോപ്പർ ഈ കുട്ടിക്ക് വേണ്ട നല്ല വെയിറ്റാണ്. അപ്പോൾ കാണുമ്പം അങ്ങനെ തോന്നാത്തതിന് കാരണം അച്ഛനും അമ്മയും ആ ഒരു ഞങ്ങളുടെ ഒരു ശരീരപ്രകൃതിയും ഭയങ്കര ബബ്ലി ആയിട്ടുള്ള ഒരു ടൈപ്പ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഫാറ്റി അല്ലാത്തത് കൊണ്ട് കുട്ടിക്കും ആ ഒരു ഇത് കിട്ടും. സോ നീ അതിൽ ഒന്നും പേടിക്കേണ്ടതെന്നാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഫൈനൽ ഇതിൻ്റെ കാര്യത്തിൽ ഡിസിഷൻ പറയുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന പീഡിയാട്രീഷ്യനാണ്. അല്ലാതെ ആൾക്കാർ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾ മാറ്റർ ചെയ്യേ വേണ്ട കേട്ടോ. ഇപ്പം പലപ്പോഴും വാവേനൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ആരെങ്കിലും അങ്ങനെ പറഞ്ഞാലും, എൻ്റെ അമ്മയാണേലും അല്ലെങ്കിൽ ഇപ്പം ഏട്ടൻ്റെ അമ്മയൊക്കെ ആണെങ്കിലും അവർ ഭയങ്കര അതിൽ കോൺഷ്യസ്. അപ്പോൾ അവർ പറയും, അയ്യോ വാ അങ്ങനെ പറഞ്ഞു, ലൈക്ക് കൊച്ചിന് ഒന്നും കൊടുക്കുന്നില്ലെന്ന് ചോദിക്കും. അപ്പം ഞാനും ഏട്ടനും അതിൽ ഭയങ്കര നമ്മൾ ഫ്രീ ആണ് കേട്ടോ. നമ്മൾ പറയും അവരെങ്ങനെ പറഞ്ഞു, നമ്മുടെ കുട്ടിക്ക് കറക്റ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ പറയുന്നവർ പറഞ്ഞോട്ടെ, ദാറ്റ്സ് ഓക്കെ. നമുക്ക് അവരെ ഒന്നും എന്താ പറയുക, അവരെ നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ബേസിക്കായിട്ട് ആൾക്കാർക്ക് വേണ്ട ഒരു കോമൺ സെൻസ് ആണല്ലോ. ഇപ്പം ഞാനൊരു കുട്ടീനെ കാണുന്ന സമയത്ത്, അയ്യോ ഭയങ്കര വണ്ണം വെച്ചിട്ടാണല്ലോ കുട്ടി ഇരിക്കുന്നത്, തീരെ മെലിഞ്ഞിട്ടാണോ കുട്ടി ഇരിക്കുന്നതെന്ന് ഞാൻ അതിൻ്റെ പേരൻസിനോട് പറയാറില്ല. അതെൻ്റെ ഒരു രീതിയാണ്. അങ്ങനെ രീതി അല്ലാത്തവരും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് പ്രത്യേകിച്ച് വാശി പിടിക്കാനോ അങ്ങനെ അവിടെ ആവണമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിത് മൈൻഡ് ചെയ്യാതെ വിടുക, പ്രോപ്പറായിട്ട് ഹെൽത്ത് നോക്കുക, കുട്ടിയുടെ ഹെൽത്ത് നോക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കുറച്ച് നേരം സംസാരിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങനെ ഫൈനലി തയ്ക്കാനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തയ്ച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ടോപ്പിലേക്ക് ആ ഒരു ലേസ് കൂടി ഒന്ന് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാണ്. കാരണം ആ ഒരു മുത്തും കല്ലും ഒക്കെ അതിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്കതിൽ സ്റ്റിച്ച് ചെയ്ത് പോകാൻ. പിന്നെ ഞാൻ നേരത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, പണ്ട് ഒരു 1.5 വർഷം മുമ്പിട്ടൊരു വീഡിയോ ആണ്. അതിലിങ്ങനെ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിൻ ചെയ്ത് വെക്കാനുള്ള ഒരു പിന്ന്, പല കളർ വരുന്ന ഒരു പിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേരെന്താണെന്ന് പോലും അറിയില്ല, ബിക്കോസ് അന്ന് വാങ്ങിച്ചപ്പം അതിൻ്റെയൊക്കെ പേരറിയാതെ. ഇപ്പോൾ അത് ഇത്രയും നാളായതുകൊണ്ട് അതൊന്നും യൂസ് ചെയ്യാറേ ഇല്ല. അന്നിങ്ങനെ വാങ്ങിച്ചു വെച്ചു. പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഇപ്പോൾ വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ ചെയ്യാറുള്ളൂ കേട്ടോ. അതേപോലെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഇതിൽ പറയട്ടെ. ഇപ്പം ഞാൻ നേരത്തെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കി പറയുമായിരുന്നു, എടി ഒരു സ്റ്റിച്ചിങ്ങെങ്കിലും ആർക്കെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കുക, എല്ലാത്തിലും ഇങ്ങനെ പോയി ഇടപെടാതെ അതെങ്കിലും വിട്ടുകൊടുക്കുമെന്ന് തമാശയ്ക്ക് പറയും. പക്ഷേ അത് കേൾക്കുമ്പം എനിക്ക് യാതൊരു വിഷമമില്ല കേട്ടോ. ഞാൻ ആ ഒരു സെൻസിലേ അത് കണ്ടിട്ടുള്ളൂ. അത് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും, ഇപ്പം ആൺകുട്ടിയാണെങ്കിൽ സ്റ്റിച്ചിങ് അറിയേണ്ട കാര്യമില്ല, ഞാൻ പറയുകയാണ്, ഒരു പെൺകുട്ടിയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ് അറിയുന്നത് നല്ലതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ഒരു ചുരിദാർ തയ്ക്കുക, ബ്ലൗസ് തയ്ക്കുക എന്നല്ല ഞാൻ പറയുന്നത്. ഒരു വിട്ടുപോയ എന്തെങ്കിലും ഒരു തുണി ഒന്ന് അടിച്ചെടുക്കാനെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഒരു ഡ്രസ്സ് ഷേപ്പ് ചെയ്യാൻ നമുക്കറിയാൻ, അതൊന്നും വലിയ കാര്യമായിട്ട് അറിയാനില്ല. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു യൂട്യൂബ് നോക്കി പഠിച്ചാൽ മതി. അത് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് അങ്ങനെ പറ്റുന്ന കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. ഞാൻ ആ സമയത്തെന്ന് പറഞ്ഞാൽ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ല ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിഗ്രി പ്ലസ് ട്യൂഷൻ ഒക്കെ അല്ലാതെ വലിയ നമുക്ക്
ഇതേപോലെ വലിയ തിരക്കുകളില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെയായിരുന്നു തയ്ച്ചുകൊണ്ടിരുന്നത്. അത് യൂട്യൂബിലൊക്കെ നോക്കിയാണ് പല നെക്ക് ഡിസൈനും ഒക്കെ അങ്ങനെയൊക്കെ നോക്കിയായിരുന്നു തയ്ച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഡ്രസ്സെല്ലാം തന്നെ വെളിയിൽ തയ്ക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ അന്നും നമുക്കങ്ങനെ അയ്യോ പൈസ പോകും എന്ന് വിചാരിച്ചല്ല വേറെ തയ്ക്കാൻ കൊടുക്കാമായിരുന്നു. നമ്മളത് ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇപ്പം എനിക്ക് ഒട്ടും സമയം കിട്ടില്ല എല്ലാത്തിൻ്റെയും കൂടെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ ഡ്രസ്സും വെളിയിൽ തയ്ക്കാൻ കൊടുക്കുകയാണ്. പിന്നെ ഇതേപോലെ വീട്ടിലിടാനുള്ള എന്തെങ്കിലുമൊക്കെ വല്ല ഓൾട്രേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഈ നെക്കൊക്കെ പിടിപ്പിക്കാൻ നമുക്ക് തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. മാത്രമല്ല ഞാനിപ്പോൾ തന്നെ എൻ്റെ തയ്യൽക്കാരി ചേച്ചിയുടെ കയ്യിൽ ഒരു 5 ഡ്രസ്സസ് കൊടുത്തിട്ടുണ്ട്, 2 ബ്ലൗസും 3 ചുരിദാറും. അപ്പോൾ പുള്ളിക്കാരി അതിൻ്റെ തന്നെ നല്ല തിരക്കില്ല. അതിനിടയ്ക്ക് ഇനി ഈ കുഞ്ഞു സാധനം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അതും കൂടെ ചെയ്യാൻ പുള്ളിക്കാരത്തേക്ക് സമയം കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഇത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സ്കില്ല്, ഇപ്പം സ്റ്റിച്ചിങ് മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കില്ലുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇനി അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട്. കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് പുതിയൊരു ഭാഷ പഠിക്കുക എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് മലയാളം ഒക്കെ അല്ലാതെ ഇപ്പോൾ ഹിന്ദിയൊക്കെ ആണെങ്കിലും നമ്മൾ ഹിന്ദി എനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ, നമ്മൾ അത് അധികം സംസാരിക്കുന്നില്ലല്ലോ. പക്ഷെ അല്ലാതെ മറ്റൊരു ഭാഷ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ അനിയത്തി തെലങ്കാനയിലാണ് പഠിച്ചതും ഇപ്പോൾ അവിടെ തന്നെയാണ് അവൾ ജോലി ചെയ്യുന്നതും. അപ്പോൾ അവൾ തെലുങ്കു സംസാരിക്കും കേട്ടോ. അവർ തെലുങ്കൂസ് സംസാരിക്കുന്ന അത്ര ഫ്ലുവൻ്റ് ആയിട്ടല്ലെങ്കിലും അവർക്ക് അവിടെ എന്തായാലും ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അവൾ സംസാരിക്കും. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചിലപ്പോൾ തെലുങ്കു ചില വേർഡ്സൊക്കെ മലയാളത്തിൽ ഇതിൻ്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ മലയാളത്തിൽ ചില ടേംസ് തെലുങ്കുവിൽ എന്താണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അതൊക്കെ ഒരു രസമാണ്. ഈ ഒരു സ്കില്ലെന്നല്ല, ഏതൊരു പുതിയ സ്കില്ലും പഠിച്ചെടുക്കുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഡ്രൈവിംഗ് ആയിക്കോട്ടെ, എൻ്റെ അടുത്ത് ഇതേപോലെ ഡ്രൈവിങ്ങിൻ്റെ ഒരു ഡൗട്ട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താണെന്ന് ഇപ്പോൾ മറന്നുപോയി. ആദ്യം ഡ്രൈവ് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് ആണോ എന്നറിയില്ല. ഇടയ്ക്ക് എനിക്കിപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യുന്ന ഒരു ചേച്ചി, ഞാൻ പേര് മറന്നുപോയി. എന്തായാലും ഒന്നുകൂടെ ഈ വീഡിയോ കാണുവാണെങ്കിൽ കമൻറ്റ് എന്താണെന്ന് ഒന്നുകൂടെ ചോദിച്ചേക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള ആൻസർ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും ഇപ്പം ഡ്രൈവിംഗ് ആണെങ്കിൽ ഇപ്പം ഞാൻ ഇനിയിപ്പം 4ൻ്റെ ലൈസൻസ് എനിക്കില്ല കാർ ഓടിക്കാനുള്ള. അപ്പം അതിൻ്റെ ലൈസൻസ് എടുക്കാൻ പോകാനിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ക്ലാസ്സുകളുടെ ആ ഒരു തിരക്കൊന്നും മാറാതെ ഇപ്പം കോളേജിൽ നിന്ന് വന്നിട്ട് എന്തായാലും എൻട്രിയുടെ കുറേ ക്ലാസ്സുകൾ ഇനി ചെയ്യാനുണ്ട്. പിന്നെ എൻട്രിയുടെ പുതിയൊരു സെഷനും കൂടെ എനിക്ക് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്ന് കുറച്ചൊന്ന് എന്താ പറയുക, ഒന്ന് സൈഡാക്കി വെച്ചാലേ ഇനി വേറെ എന്തിനേലും പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ താഴെ കൂടെ കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. അത് ആക്ച്വലി ഒരു വഴിയായിരുന്നു, അതിപ്പോൾ ഒരു പുഴ പോലെയായി. എന്ന് വെച്ചാൽ അതൊരു പണ്ട് ഇതേപോലെ ഒരു വെള്ളം ഒഴുകുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പം നമുക്ക് തന്നെ അവിടെ അങ്ങോട്ടേക്ക് ഒരു പറമ്പുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഒരു വഴി വാങ്ങുന്നത്. അപ്പോൾ ആ വാങ്ങിച്ച വഴിയിലൊക്കെ ഇപ്പോൾ വെള്ളമായി. അപ്പോൾ ഞങ്ങൾ എന്നാലും അതൊന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ച് കാണാൻ പോയി. അതിനുശേഷം വന്നിട്ട് വാവയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് അവനെ ഒന്ന് വൈകുന്നേരത്തെ ഒരു ഉറക്കമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്തേക്ക് ഉറക്കി കിടത്തി. അതേപോലെ വീട്ടിൽ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ആ ചക്ക വെട്ടി വറുക്കാനുള്ള രീതിയിലൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുവാണ്. ഞാനപ്പം ഇനി എൻ്റെ പരിപാടി എന്ന് പറയുന്നത്, ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായി കേട്ടോ. എനിക്കൊന്ന് തലയിൽ നല്ലോണം എണ്ണ തേച്ച് കുളിക്കേണ്ട ഒരു ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഈ എണ്ണ ഇത്രയും കാര്യമായിട്ട് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ദിവസമാണ്. സോ എണ്ണ തേച്ചിട്ട് ഒരു 1 അവർക്ക് ഇരിക്കാൻ പറ്റിയാൽ നല്ലത്. അപ്പോൾ ഒരു 3/4 മണിക്കൂർ എന്തായാലും ഇരിക്കണം. ഞാൻ യൂസ് ചെയ്യുന്ന കൺമഷി ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഹെയർ ഫോളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് നല്ല ചേഞ്ച് ഉണ്ടായത്. സോ ഇപ്പോഴും ഞാൻ ആ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ എണ്ണയൊക്കെ നല്ലോണം തലയിൽ പുരട്ടി, ഇനി അതിന് ശേഷം അപ്പം കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഉള്ളതൊക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു സമയം എണ്ണ തലയിൽ ഇരുന്നോളൂല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നാളെ കോളേജിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ June 2 കോളേജ് തുറക്കുകയാണ്. അപ്പം കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുണ്ട്. ഇതുവരെ ഓരോ ദിവസവും ഇങ്ങനെ മാറ്റി വെച്ചു. ഞാൻ ഓർത്തു ഓക്കെ കോളേജ് തുറക്കുമ്പോഴത്തേക്കും പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ ഒരു 1-2 ദിവസം മുമ്പ് പ്രിപ്പയർ ചെയ്യാം. അതുവരെ എൻട്രിയുടെ ക്ലാസ്സുകളും എൻ്റെ PSC ക്ലൈംബറിൻ്റെ ക്ലാസ്സുകളും ഒക്കെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നീട്ടി വെച്ച് തലേ ദിവസം എത്തി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്നും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സ്പെക്ട്രോസ്കോപ്പിയാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാനുള്ള. ഇപ്പം നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന ഒരു കുട്ടിയുണ്ട്, ആൾ എൻ്റെ ജൂനിയറായിട്ട് ഞങ്ങളുടെ കോളേജിൽ പഠിച്ചാണ് കേട്ടോ. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് മെയിൽ അയച്ച സമയത്ത് ഞാനിപ്പോൾ ഏതൊക്കെയോ വീഡിയോയിൽ നമ്മുടെ കെമിസ്ട്രി സ്പെക്ട്രോസ്കോപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് റെഫറൻസ് ബുക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുറേ ഡെറിവേഷനൊക്കെ വരുന്ന സ്പെക്ട്രോസ്കോപ്പി തന്നെയാണ് ഇനി എനിക്ക് എടുക്കാനുള്ള ടോപ്പിക്ക്. പൊതുവേ എനിക്ക് പഠിപ്പിക്കുന്നതിൽ ഇഷ്ടം നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയാണ് കേട്ടോ. നിങ്ങൾ കെമിസ്ട്രി ഒക്കെ പഠിച്ചവരാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി അറിയാമായിരിക്കും. ഓർഗാനിക് കെമിസ്ട്രിയാണ് എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടം. പക്ഷേ എന്തായാലും നമ്മൾ കുറേ എല്ലാ ടോപ്പിക്സും എടുക്കേണ്ട വരും. സോ അതിൻ്റെ കൂടെ സ്പെക്ട്രോസ്കോപ്പി എന്തായാലും ഉണ്ട്, കുഴപ്പമില്ല, അതും നമ്മൾ റെഫർ ചെയ്ത് പഠിപ്പിക്കും. അപ്പോൾ വാവ എണീറ്റിട്ടുണ്ട്. അതേപോലെ
അമ്മ ദേ ചക്ക വറുക്കാനുള്ള ചക്കയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അമ്മ ചക്ക വറുക്കുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ, ഇങ്ങനെ എന്താ പറയുക, വളരെ ഞാൻ അമ്മയുടെ അടുത്ത് പറയും, സ്കെയിൽ വെച്ച് ഇങ്ങനെ അളന്ന് ചക്ക വറുക്കുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണുമെന്ന് പറയും. നമ്മളൊക്കെ സാധാരണ ഞാനാണ് അരിയാനിരിക്കുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അരിഞ്ഞ്, എനിക്കിപ്പോൾ എന്താ അറിയില്ല, കുക്കിങ്ങിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്, ഞാൻ കാവ്യയുടെ അടുത്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കാവ്യ, നമ്മളിങ്ങനെ എപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവളിങ്ങനെ പറയും അവൾക്കിപ്പോൾ കുക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇങ്ങനെ നല്ല ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ പറയും എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് പോയി. കാരണം ഒരിടയ്ക്ക് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് അമ്മൂസ് കിച്ചൺ എന്നായിരുന്നു കേട്ടോ പേര്. അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ കുക്കിംഗ് വീഡിയോസാണ്, നിങ്ങൾക്ക് ഒത്തിരി പഴയ വീഡിയോസ് ആയിട്ട് നോക്കിയാൽ അറിയാം, അതെല്ലാം ഫുൾ കുക്കിംഗ് വീഡിയോസാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തോ കുക്കിംഗ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഡെയിലി ഉണ്ടാക്കുന്ന ഫുഡല്ലാതെ വേറെ ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡ് യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കാൻ എന്തോ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. മേ ബി അത് കുറേ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടായിരിക്കാം, മറ്റു കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് ഓർക്കുമ്പോഴായിരിക്കാം. എന്തായാലും എനിക്കിപ്പോൾ കുക്കിംഗ് അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു അമ്മേനെ ഒന്ന് ചക്ക വറുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തേക്കാം. 2 പേര് ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് പണി തീരുമല്ലോ. അതുകൊണ്ട് അമ്മ ചക്കയ്ക്കുള്ള ചക്ക വറുക്കാനുള്ളത് അരിഞ്ഞു തരും, ഞാനത് വറുത്തെടുക്കുവാണ്. പിന്നെ ഇവിടെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഇത്തരത്തിലുള്ള പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അതങ്ങനെയാണല്ലോ, നമ്മൾ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ നമ്മളായി മാറുമല്ലോ എന്ന് പറയുന്ന പോലെ. അപ്പം ഞാൻ വളരെ രസകരമായിട്ട് അമ്മയുടെ അടുത്ത് പറയും, അമ്മ ഞാൻ അവിടുത്തെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ വളരെ പങ്ക്ച്വലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, എന്നെ വെറുതെ ഇവിടെ വന്ന് അമ്മ എന്നെ വഴി തെറ്റിക്കരുതെന്നൊക്കെ ഞാൻ പറയും. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ രാവിലെ എണീക്കും, പക്ഷെ എന്നാലും എൻ്റേതായ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ വായിക്കുക, ക്ലാസ്സിന് വേണ്ടിയിട്ട് കൂടുതൽ പറയുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അവിടെ ഉള്ളപ്പോഴും ഇങ്ങനെ വരുന്ന എക്സ്ട്രാ പണികളൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു ചക്ക ഇട്ട് അല്ലെങ്കിൽ ചക്ക പുഴുങ്ങാന്നൊക്കെ വെക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരുക്കിയൊക്കെ കൊടുത്തിട്ട്, അപ്പോൾ അമ്മ അവിടെയാണെങ്കിൽ അമ്മ എൻ്റെ അടുത്ത് പറയും, പൊക്കോ പോയി ഇനിയിപ്പോൾ ക്ലാസ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കാനില്ലേ, പൊക്കോ ഞാൻ ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ അങ്ങനൊരു ഇത് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കുറച്ചുകൂടെ നമ്മൾ നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലേസി ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെയും എന്നെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഇവിടെ വന്നാലും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ചക്ക വറക്കലാണ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ നടക്കുന്നത് വാവയ്ക്ക് മുട്ടച്ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ. വാവ എണീറ്റിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഒരു 7:30 ആകുമ്പോഴത്തേക്കും ഞാൻ അവനെ വിളിച്ച് എണീപ്പിക്കും, അഥവാ എണീറ്റില്ലെങ്കിൽ. എന്നിട്ട് ഇനി അവന് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടച്ചോറാണ്, അപ്പോൾ പിന്നെ അതിൻ്റെ റെസിപ്പിയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന്. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കും. നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, പക്ഷേ വാവയ്ക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നെയ്യായിരിക്കും നല്ലത്. ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കാറുണ്ട്, അപ്പം ഞാൻ വെളിച്ചെണ്ണ ആയിരിക്കും കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെയ്യ് ഒഴിക്കുക, പിന്നെ വേണമെങ്കിൽ കടുകിടാം, ഞാനിപ്പോൾ കടുകിട്ടിട്ടില്ല. എന്നിട്ട് സബോള ചെറുതായിട്ട് അരിഞ്ഞതും നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സബോള ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ചെറുതാക്കി അരിയുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞപ്പോഴത്തേക്കും അത്രയും ചെറുതായില്ല സൈസ്. എന്നിട്ട് ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കാരണം അത് നല്ലോണം ഒന്ന് വഴണ്ട് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ വാവയൊക്കെ കഴിക്കുന്ന സമയത്ത് അത് കുറച്ച് റോ ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അവന് കഴിക്കാൻ മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലോണം വഴറ്റിയെടുക്കും. പിന്നെ എനിക്ക് തോന്നുന്നു സാധാരണ ഏത് ചോറ് ഞാൻ വെറുതെ കൊടുത്താലും അല്ലെങ്കിൽ വേറെ ഏത് ഫുഡ് കൊടുത്താലും വേറെ കറികളുടെ ഒക്കെ കൂടെ കൊടുക്കുന്നതിലും അവന് ഇഷ്ടമാണ് ഇങ്ങനെ മുട്ടച്ചോറായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രിയിൽ ഒരു മുട്ട വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഡെയിലി 2 നേരവും കൊടുക്കില്ല, ഏതെങ്കിലും ഒരു നേരം മാത്രമേ ഈ രീതി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം സ്കിപ്പ് ചെയ്ത് ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സ് എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഒരു ദിവസം ഒരു എഗ്ഗ് ഞാൻ അവൻ്റെ ഫുഡിൽ ഉൾപ്പെടുത്താം. പിന്നെ ഈ സബോള വഴറ്റുന്നതിൻ്റെ കൂടെ നമുക്ക് തക്കാളി ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളിയും കൂടി ഇടാറുണ്ട്, പക്ഷേ വാവയ്ക്ക് ആ ഒരു പുളി അത്ര ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമ്മളതിലേക്കൊരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുവാണ്. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് ഇങ്ങനെ എന്താ പറയുക, ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക, അതായത് സെപ്പറേറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ്. പിന്നെ ചോറിട്ടിട്ട് ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കാറുണ്ട്. അങ്ങനെ ഒഴിക്കണമെന്നില്ല, പക്ഷേ നെയ്യുടെ ഒരു ക്വാണ്ടിറ്റി ഇപ്പോൾ ചെല്ലുന്നത് നല്ലതാണല്ലോ ഈ ഒരു പ്രായത്തിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ നെയ്യ് ഞാൻ ചോറ് ഇട്ടതിന് ശേഷം ആഡ് ചെയ്യാറുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി, പിന്നെ അതേപോലെ ഉപ്പ് നോക്കുക. ഉപ്പ് ആദ്യമൊക്കെ കുറച്ച് ഇട്ടാൽ മതി, എന്നിട്ട് ആവശ്യമെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഭാവിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവൻ ഓൾമോസ്റ്റ് ഈ ചോറ് ഫുള്ള് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചക്ക വറുത്ത് കോരിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതുവരെ ഞാനായിരുന്നു ചക്ക വറുത്ത് കോരിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പം അച്ഛൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, കാരണം എനിക്ക് ഭാവിക്ക് ഫുഡ് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ നേരത്തേക്ക് അച്ഛനത് നോക്കിക്കോളും. പിന്നെ ഇതിപ്പോൾ നമ്മൾ കുറച്ചധികം ചക്ക വറുക്കുന്നുണ്ട് കേട്ടോ, കാരണം എനിക്കും ഏട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചക്ക വറുത്തത്.
അങ്ങനെ വാവയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. അവനത് ഓൾമോസ്റ്റ് കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് കൊടുക്കാനൊക്കെ വരുന്നതിന് മുമ്പ് പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ തലയിൽ ഓയിൽ പുരട്ടി ഒരു മണിക്കൂറൊക്കെ നിന്നാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ 1.25 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിക്കാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവന് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ ഫുഡ് കഴിച്ചു. ബാക്കി കുറച്ച് ചക്കയും കൂടെ വറുക്കാനുണ്ടായിരുന്നു. അമ്മ അപ്പോഴും ചക്ക വറുക്കാനുള്ളത് അരിഞ്ഞുകൊണ്ടും പിന്നെ നാളെ കുറച്ച് ചക്ക പുഴുങ്ങുന്നുണ്ട്, അതിനൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അതങ്ങ് കംപ്ലീറ്റ് വറുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ 11:30 ആയപ്പോഴത്തേക്കുമാണ് വന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും കയറി കിടക്കാൻ പറ്റില്ല, ബിക്കോസ് എൻ്റെ ജോലികളൊന്നും നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ പിറ്റേ ദിവസത്തെ കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊന്നും കംപ്ലീറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അതെല്ലാം ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ഒരു വീക്ക് ഫുള്ള് ഞാൻ ഏകദേശം ഇതേപോലെ താമസിച്ചാണ് കേട്ടോ കിടക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ സൺഡേ ആണ് ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു മൺഡേ മുതൽ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു എഴുന്നേറ്റുകൊണ്ടിരുന്നത്. സാധാരണ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരു മോർണിംഗ് പേഴ്സണാണ്. രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് ഇപ്പോൾ ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും പിന്നെ കിച്ചണിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെയാണ് 5 മണിക്ക് എണീറ്റാലുള്ള ഒരു റൊട്ടീൻ. ഞാൻ പലപ്പോഴും വ്ളോഗുകൾ കഴിഞ്ഞ നമ്മുടെ ഒരു ഫുൾ ഡേ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ 2 കാര്യങ്ങളാണ് താമസിച്ച് എണീക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വീക്ക് ഫുൾ എനിക്ക് ലീവായിരുന്നു, വെക്കേഷനായിരുന്നു. കാരണം മഴയുടെ കുറച്ച് അവധി കിട്ടി. പിന്നെ നമ്മളവിടെ സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു വെക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മാത്രം പോയാൽ മതി. അപ്പം കുറച്ച് ദിവസം പിള്ളേർക്ക് അവധി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു 1 വീക്ക് അവധിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ല മഴയായതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിടന്ന് നല്ലോണം ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് ഞാൻ മൺഡേയും ട്യൂസ്ഡേയും ലേറ്റ് ആയിട്ടാണ് 7 മണി ആയപ്പോഴത്തേക്കാണ് എണീറ്റത്. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താണ് കുറ്റബോധം ഇങ്ങനെ വരുവാണല്ലോ. ഇന്ന് എണീറ്റ് അത് താമസിച്ചു പോയി, രാവിലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല, കുറേ സമയം പോയി എന്നൊക്കെയുള്ള കുറ്റബോധം തിങ്കളാഴ്ച വന്നു. ആ കുറ്റഭേദം വെച്ച് ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെയും ഇതേപോലെ തന്നെ ലേറ്റായി എണീറ്റു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ആഴ്ച ഞാൻ എന്തായാലും ഇനി ഇങ്ങനെ ലേറ്റായിട്ട് എണീക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, രാത്രി കുറച്ചുകൂടെ സമയം ഇരിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രാത്രിയിൽ ഈ രാവിലെ നമുക്ക് സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിട്ടുന്ന ഒരു സമയമുണ്ടല്ലോ, അത് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 2-3 മണിക്കൂറൂടെ എക്സ്ട്രാ ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു 1 മണിയൊക്കെ ആവുന്ന സമയത്തായിരുന്നു കേട്ടോ ഈ ഒരു വീക്ക് കംപ്ലീറ്റ് കിടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാലും രാവിലെ എണീക്കുന്ന അത്ര പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്ക് എനിക്ക് പൊതുവേ ഞാൻ രാത്രി ഇരിക്കുമ്പോൾ അത്ര പ്രൊഡക്റ്റീവ് അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ഭേദമല്ലേ കാര്യങ്ങളൊക്കെ രാത്രിയിൽ കുറച്ചെങ്കിലുമൊക്കെ ഇപ്പോൾ നോട്ട് ഉണ്ടാക്കി വെക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു സൺഡേയും കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ കിടക്കുന്നത്. പക്ഷേ നാളെ കോളേജിൽ പോകേണ്ട ദിവസമായതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കണം. എങ്കിൽ കൂടി കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇത്തവണ കിടക്കുന്നത്. ഇനിയിപ്പം ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിയുടെ എൻ്റെ ആ ഒരു റെഫറൻസും നോട്ടുണ്ടാക്കലും ഒന്നും കഴിഞ്ഞില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അതൊരു വലിയ വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ PSC ബുള്ളറ്റിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പോവാണ്. അതെന്തിനാന്ന് വെച്ചാൽ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ ഞാൻ എൻട്രിയിൽ പുതിയൊരു കോഴ്സ് കൂടെ തുടങ്ങുവാണ്. അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് എൻട്രിയിൽ RRBയുടെ ഒക്കെ കോഴ്സ് കഴിയാറായിരുന്നു. അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് ചെയ്തു കൊടുക്കാവോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ PSC ബുള്ളറ്റിൻ നമ്മുടെ കയ്യിൽ വേണമല്ലോ. അപ്പോൾ ഞാനതിൻ്റെ വേർഷൻ സബ്സ്ക്രിപ്ഷൻ എടുത്തേക്കാമെന്ന് വിചാരിച്ച് 6 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണ് കേട്ടോ. വേർഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 85 രൂപയാവത്തുള്ളൂ. അതല്ലാതെ നമുക്ക് പേപ്പറായിട്ടാണ് വേണ്ടെങ്കിൽ 150 രൂപയാണ് 6 മാസത്തേക്ക്. പക്ഷേ ഇത് ക്ലാസ് ചെയ്യാൻ എന്തായാലും ഞാൻ അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യണം. സോ വേർഷനാണ് കുറച്ചുകൂടെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേർഷനാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ PSC ക്ലൈംബർ എന്ന ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് PSC ബുള്ളറ്റിൻ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പരിപാടിയും കൂടെ ഉണ്ടെന്നിട്ടേ കിടക്കാൻ പറ്റുള്ളൂ. നമുക്ക് എൻട്രിയുടെ ഒരു നോട്ട് കൂടെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതായത് ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഡിഗ്രി പ്രിലിംസിൻ്റെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ആയിരുന്നു. സോ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒരു Q&A അനാലിസിസ് പ്ലസ് ഒരു റിലേറ്റഡ് ഫാക്ട് വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യുവാണ് കേട്ടോ. സോ ആ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം 1 മണിയായിട്ടുണ്ട് സമയം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് ബാക്കി നാളത്തേക്ക് എന്നുള്ള രീതിയിൽ ക്ലോസ് ചെയ്ത് വെച്ചു ലാപ്ടോപ്പ്. പിന്നെ അതേപോലെ എനിക്കിനി ഒരു കുറച്ച് പണിയും കൂടെ ഉണ്ട്. നമുക്ക് അടുത്ത ദിവസം ഒരു വീഡിയോ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കുവാണ്. പിന്നെ ഏട്ടൻ ഇപ്പം നൈറ്റാണ് കേട്ടോ. രാത്രിയിൽ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏട്ടനില്ല, ഞാനും വാവയും കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഈ ഒരു 1 വീക്കായിട്ട് ഇപ്പം 1 വീക്കല്ല, ഇപ്പോൾ ഒരു 1 വീക്കിൽ കൂടുതലായെന്ന് തോന്നുന്നു വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഏട്ടൻ ഈ ഒരു നൈറ്റ് കൂടെ വന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ളത്. വോയിസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല ഇപ്പം, ജസ്റ്റ് ക്ലിപ്സ് ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇനി വോയിസൊക്കെ നാളെ കൊടുത്ത് നാളെ എപ്പോഴെങ്കിലും ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് വോയിസ് റെക്കോർഡ് ചെയ്ത്
അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അത് ഇരുന്ന് വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു മൂഡൊന്നും ഇല്ല ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ. സോ അപ്പോൾ ഓൾമോസ്റ്റ് ഇന്നത്തെ ദിവസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. മെയിൽ അയക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതിലും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തേക്കുവാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.